Yes, good morning. സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസുകൾ, അതായത് നമ്മുടെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് തന്നെയാണ്. പക്ഷേ അതിനകത്ത് ഇത്തിരി വെറൈറ്റി ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ രീതിയിൽ സെറ്റിൻ്റെ ആപ്ലിക്കേഷൻസ് വളരെ നല്ല രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ ഒക്കുന്ന കുറച്ച് പ്രോബ്ലംസുകൾ. ഓക്കെ, അതിനകത്ത് ആദ്യത്തെ പ്രോബ്ലമാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളതുമാണ്. പറഞ്ഞിരിക്കുന്നതാണ്, ഔട്ട് ഓഫ് 500 കാർ ഓണേഴ്സ് ഇൻവെസ്റ്റിഗേറ്റഡ്, 400 owned car A, 200 owned car B and 50 owned both A and B. അപ്പോൾ എ എന്ന് പറയുന്ന കാറുള്ള, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം, ആൾട്ടോ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. എ എന്ന് പറയുന്ന ആൾട്ടോ ആയിട്ട് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ആൾട്രോസ് ആയിട്ട് എടുക്കാം, ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ. എ എന്ന് പറയുന്ന കാറുള്ള എത്ര പേരുണ്ട്? 400 പേരുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ബി എന്ന് പറയുന്ന ബെൻസായിട്ട് നമുക്ക് എടുക്കാം. ബെൻസ് ഉള്ളവർ 200 പേരും ഉണ്ടെന്ന് വിചാരിക്കും. ബി എന്ന് പറയുന്ന കാറുള്ള 200 പേരും ഉണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് 50 പേരെന്ന് പറയുന്നത് ഓൺഡ് ബോത്ത് എ ആൻഡ് ബി, എയും ബിയും സ്വന്തമായിട്ടുള്ള, അല്ലെങ്കിൽ എയും ബിയും കാറുകളുള്ള, ആൾട്ടോയും ബെൻസും ഉള്ള 50 പേരും ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര പേരെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോഴാണ്? 500 പേരെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത സമയത്താണ്. അതായത് 500 പേരെടുത്ത് പോയി ചോദിച്ച് ഈ ഡേറ്റ കളക്ട് ചെയ്ത സമയത്ത് നമുക്ക് ഇങ്ങനെയാണ് ഡേറ്റ കിട്ടിയിരിക്കുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഈസ് ദിസ് ഡേറ്റ കറക്റ്റ്? ഈ ഡേറ്റ കറക്റ്റ് ആണോ അല്ലയോ? അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഈ ഫിഗേഴ്സ് എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഫിഗേഴ്സ് തന്നെയാണ്. നമ്മൾ സാധാരണ ചില സമയത്ത് നമുക്ക് ഈ സർവേക്ക് നടത്താൻ വേണ്ടി നമ്മുടെ അത് ചില എക്കണോമിസ്റ്റുകളാണെങ്കിൽ പോകാറുണ്ട്, അല്ലെങ്കിൽ ഈ സർവേ പീപ്പിൾസ് ഉണ്ട്. ഈ സർവേ പീപ്പിൾസ് പറയും, നിങ്ങൾ ഇത്ര സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഇത്ര ആളുകൾ നിങ്ങളെ പോയി എന്ത് ചെയ്യണം, സർവേ നടത്തണമെന്ന് പറയും. അപ്പോൾ പലരും ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് ഇതിനകത്ത് കുറച്ച് ആൾക്കാരടുത്ത് പോയിട്ട് അവർ ഡേറ്റ ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡേറ്റ കറക്റ്റാണോ അല്ലയോ എന്ന് അറിയുന്നതിനുള്ള ഒരു എളുപ്പമുള്ള മാർഗ്ഗമാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സെറ്റിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയും. അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് 500 പേരെടുത്ത് നിങ്ങൾ പോയി എന്ത് ചെയ്യുക, പരിശോധിക്കുമ്പോൾ പരിശോധിച്ചിട്ട് നിങ്ങൾ റിസൾട്ട് കൊണ്ടുവരാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പരിശോധിച്ച് റിസൾട്ട് കൊണ്ട് വന്ന സമയത്തുള്ള റിസൾട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 400 പേർക്ക് എ എന്ന് പറയുന്ന കാറുണ്ട്, 200 പേർക്ക് ബി എന്ന് പറയുന്ന കാറുണ്ട്, 50 പേർക്ക് എയും ബിയും ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈസ് ദിസ് ഡേറ്റ കറക്റ്റ്? ഈ ഡേറ്റ കറക്റ്റാണ്, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന പരിപാടി, ഈ ഡേറ്റ കറക്റ്റാണെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. ഞാനൊരു കാര്യം ചെയ്യുന്നു, എ എന്ന് പറയുന്ന കാറുള്ള ആൾക്കാരുടെ എണ്ണം എൻ ഓഫ് എ ആയിട്ട് എടുക്കുന്നു. സോ എൻ ഓഫ് എ ഈസ് ഈക്വൽ ടു 400. ബി കാറുള്ളവർ ഞാൻ എൻ ഓഫ് ബി ആയിട്ട് എടുക്കുന്നു. എൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു 200. ബോത്ത് എ ആൻഡ് ബി എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എയും ബിയും കൂടി എന്നാണ്. ദാറ്റ് ഈസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എത്രയുണ്ട്? 50 പേർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, എ അല്ലെങ്കിൽ ബി കാറുള്ള എത്ര പേരുണ്ട്? എ എന്ന് പറയുന്ന കാറ് അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന കാർ, ഏതെങ്കിലും ഒരു കാർ ഉണ്ടായിരിക്കണം. അത് എത്ര പേരുണ്ട് നമുക്ക് നോക്കാം. സോ എൻ ഓഫ് എ യൂണിയൻ ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എൻ ഓഫ് എ യൂണിയൻ ബി ബൈ ഡെഫിനിഷൻ അല്ലെങ്കിൽ ബൈ ഫോർമുല നമുക്കറിയാം, ഇറ്റ് ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് അല്ലേ എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണല്ലോ. ഇസ് ഈക്വൽ ടു എൻ ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയുണ്ട്? ഇറ്റ് ഈസ് ഈക്വൽ ടു 400 പ്ലസ് എൻ ഓഫ് ബി എത്രയാണ്? 200 മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എത്രയാണ്? 50. സോ 400ഉം 200ഉം കൂടി കിട്ടുമ്പോൾ 600 മൈനസ് 50 ഇസ് ഈക്വൽ ടു 550. അതായത് ഈ പറഞ്ഞ ഡേറ്റ അനുസരിച്ച് എ അല്ലെങ്കിൽ ബി കാറുള്ള ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്ര പേരുണ്ട്? 550 പേരുണ്ട്. നമ്മളിത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറഞ്ഞ് എത്ര പേരെടുത്ത് പോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്? 500 പേരെടുത്താണ് പോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. പക്ഷേ ഈ ഡേറ്റ കൊണ്ടുവന്ന് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഇവർ എത്ര പേരിൽ പോയിരിക്കുന്നു? 550 പേരിൽ പോയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഇവർ പറഞ്ഞിരിക്കുന്ന ഡേറ്റ അല്ലെങ്കിൽ ഇവർ തന്നിരിക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത്, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തതിന് ശേഷം തന്ന ഡേറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റോങ്. കാരണം ഇത് പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി 550 പേരെടുത്താണ് പരിശോധിക്കാൻ പോയിരിക്കുന്നത്. പക്ഷെ നമ്മൾ പറഞ്ഞത് 500 പേരെടുത്ത് പരിശോധിക്കാനേ പറഞ്ഞോളൂ. ഡേറ്റ കറക്റ്റായിരുന്നുവെങ്കിൽ എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് എത്ര കിട്ടണമായിരുന്നു? 500 കിട്ടണമായിരുന്നു. അല്ലെങ്കിൽ എ അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന കാറുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്ര കിട്ടണമായിരുന്നു? 500 കിട്ടണമായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ എത്രയാണ്? 500. Therefore the given data is wrong. Given data is wrong. ഓക്കെ, ഇതാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ള ആദ്യത്തെ ആപ്ലിക്കേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്
1000 കൺസ്യൂമേഴ്സിന് സർവേ നടത്തി. അതായത് എ മാർക്കറ്റ് റിസർച്ച് ഗ്രൂപ്പ് കണ്ടക്റ്റഡ് എ സർവേ ഓൺ 1000 കൺസ്യൂമേഴ്സ്. 1000 കൺസ്യൂമേഴ്സിൽ എന്ത് ചെയ്തു? ഒരു സർവേ നടത്തി. സർവേ നടത്തിയപ്പോഴേ 720 പേര് ലൈക്ഡ് പ്രോഡക്റ്റ് എ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുന്നവർ എത്ര പേരുണ്ട്? 720 പേരുണ്ട്. ബി എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുന്നവർ നോക്കുമ്പോൾ 450 പേരുമുണ്ട്. എന്നിട്ട് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നേരത്തെ ചോദിച്ചാൽ ഇസ് ദ ഡേറ്റ കറക്റ്റ് എന്നല്ല ചോദിച്ചിരിക്കുന്നത്. പകരം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ മെനി പീപ്പിൾ, ഓക്കെ, എന്താണ് ഹൗ മെനി പീപ്പിൾ ദാറ്റ് മസ്റ്റ് ലൈക്ഡ് ബോത്ത് പ്രോഡക്ട്സ്, അതിൻ്റെ ലീസ്റ്റ് നമ്പർ എന്തായിരിക്കും? ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഓക്കെ ഓക്കെ നമ്മളെ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദി ലീസ്റ്റ് നമ്പർ ദാറ്റ് മസ്റ്റ് ലൈക്ഡ് ബോത്ത് പ്രോഡക്ട്സ്, രണ്ട് പ്രോഡക്ട്സും ഇഷ്ടപ്പെടുന്ന എത്ര പേരും ഉണ്ട്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതിൻ്റെ ഏറ്റവും കുറഞ്ഞ നമ്പർ എത്ര? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അല്ല, രണ്ട് പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണമല്ല നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം ഏറ്റവും കുറഞ്ഞത് എത്ര പേരായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, മൊത്തം എത്ര കൺസ്യൂമേഴ്സിനെയാണ് ഇവിടെ സർവേ നടത്തിയിരിക്കുന്നത്? 1000 കൺസ്യൂമേഴ്സിനെയാണ് സർവേ നടത്തിയിരിക്കുന്നത്. അപ്പം ഞാനൊരു കാര്യം ചെയ്യുന്നു, എൻ ഓഫ് യു എന്ന് പറയുന്നത് ഞാനിവിടെ എന്തായിട്ട് എടുക്കുന്നു? 1000 എന്ന് പറഞ്ഞിട്ട് തിരിക്കും. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് കണ്ടീഷൻ പറയുന്നില്ല. ഈ 1000 പേരും എന്തായിരിക്കണം? എ അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുന്നവരായിരിക്കണം എന്ന് പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എടുക്കാൻ ഒക്കത്തില്ല? 1000 എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ ഒക്കത്തില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്, ലീസ്റ്റ് നമ്പർ ചോദിച്ചിരിക്കുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ബൈ ഗിവൺ ഡേറ്റ നമുക്ക് എഴുതാം, എൻ ഓഫ് എ എന്ന് പറയുന്നത് നമുക്ക് 720 എന്നും പറഞ്ഞിട്ട് എഴുതാം. എൻ ഓഫ് ബി എന്ന് പറയുന്നത് 450 എന്നും പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, എൻ ഓഫ് എ എന്ന് പറയുന്നതാണ് 720, എൻ ഓഫ് ബി എന്ന് പറയുന്നത് എത്രയാണ്? 450. ദാറ്റ്സ് ഓക്കെ. ഇത് നമുക്കത് ഗിവൺ ആയിട്ടുള്ള കണ്ടീഷൻസാണ്. സോ നമ്മളെ കണ്ടീഷൻ അനുസരിച്ച് എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. ഇത് നമ്മുടെ ഫോർമുല അനുസരിച്ച് നമുക്ക് ഈ ഒരു റിസൾട്ട് നമുക്ക് എഴുതാൻ നോക്കും. ഇനി എൻ ഓഫ് എ യൂണിയൻ ബി നമുക്ക് തൽക്കാലം അറിഞ്ഞുകൂടാ, ഞാനത് അതേ കണക്ക് ഞാൻ എടുത്ത് എഴുതുന്നു. എൻ ഓഫ് എ എന്ന് പറയുന്നത് 720 ആണെന്ന് നമുക്കറിയാം. എൻ ഓഫ് ബി എന്ന് പറയുന്നത് 450 ആണെന്ന് അറിയാം. ഇവിടെ നിന്ന് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിയും ഞാൻ എഴുതും. ഇസ് ഈക്വൽ ടു 720 പ്ലസ് 450 എന്ന് പറയുന്ന നേരത്ത് നമുക്ക് കിട്ടുന്നത് 1170 എന്ന് പറഞ്ഞിട്ട് കിട്ടും. സോ മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ. നമുക്ക് വേണ്ടത് ഈ കാണുന്നതിൻ്റെ നമ്പറാണ് നമുക്ക് വേണ്ടത്, അതിൻ്റെ ലീസ്റ്റ് നമ്പറാണ് നമുക്ക് വേണ്ടത്. ഏറ്റവും കുറഞ്ഞ നമ്പർ എന്തായിരിക്കും? ഏറ്റവും കുറഞ്ഞ നമ്പർ എന്ന് പറയുമ്പോഴേ നമ്മൾ ഈ 1000 കൺസ്യൂമേഴ്സുകളും നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ എ അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കിട്ടുന്നതായിരിക്കും ഏറ്റവും കുറഞ്ഞ നമ്പർ എന്ന് പറയും. ഇപ്പോൾ ഇവിടെ 900 പേരാണ് എ അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഇവിടെ നിന്ന് 1170 നമ്മൾ എന്താണ് 900 സബ്ട്രാക്ട് ചെയ്യണം. അതായത് എയും ബി ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു സ്റ്റെപ്പ് എഴുതാം. ഇവിടെ നിന്ന് ഞാൻ എന്താ എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഞാൻ അങ്ങോട്ട് എഴുതാൻ പോവുകയാണ്. എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു ബൈ ഡെഫിനിഷൻ നമുക്ക് എഴുതാം 1170 മൈനസ് എൻ ഓഫ് എ യൂണിയൻ ബി. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണമാണ് വേണ്ടത്. ഇതിപ്പോൾ ഞാനിവിടെ രണ്ട് ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം 1000 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം 1000 ആൾക്കാർ മാത്രമേ നമുക്ക് എ യൂണിയൻ ബിക്കകത്ത് വരത്തുള്ളൂ, അല്ലേ? എ യൂണിയൻ ബിക്കകത്ത് വരുന്നത് മാക്സിമം ഇതാണ്, യൂണിവേഴ്സിറ്റി സെറ്റിനകത്തുള്ള അത്രയും ആൾക്കാർ മാത്രമേ മാക്സിമം വരത്തുള്ളൂ. ഇതിൽ കുറഞ്ഞത് എത്ര വേണമെങ്കിലും ആകാം. അപ്പോൾ ഞാൻ ആദ്യം എടുക്കുന്നു 1000 കൊടുത്തു നോക്കുന്നു. 1000 കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്നത് 1270 മൈനസ് 1000 170 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അവിടെ നിൽക്കട്ടെ. ഇനി അതിനെക്കാട്ട് കുറഞ്ഞൊരു വാല്യൂ കൊടുക്കുന്നു. 1000 കൺസ്യൂമേഴ്സ് എ അല്ലെങ്കിൽ ബി ഇഷ്ടപ്പെടുന്നില്ല. 100 പേര് ഇത് രണ്ടും ഇഷ്ടപ്പെടാത്തവരാണെന്ന് വിചാരിക്കുക. അവരപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ എൻ ഓഫ് എ യൂണിയൻ ബി എടുക്കുന്ന സമയത്ത് നമുക്ക് 900 പേരെ മാത്രം എടുത്താൽ മതി. അങ്ങനെ 900 എടുക്കുകയാണെങ്കിൽ ഇത് എത്രയായിട്ട് മാറും? 270 മാറും. അപ്പം ഇത് രണ്ടും ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം ഏറ്റവും കുറഞ്ഞു നിൽക്കുന്നത് എപ്പോഴാണ്? ഈ പറഞ്ഞിരിക്കുന്ന 1000 കൺസ്യൂമേഴ്സും എ അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഈ കാണുന്ന വാല്യൂ എന്ന് പറയുന്നത് രണ്ടും ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞു നിൽക്കുന്നത്. സോ ലീസ്റ്റ് നമ്പർ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ എടുക്കുന്നത് ഇങ്ങനെയാണ്. സപ്പോസ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്താണ് സപ്പോസ് ചെയ്യുന്നത്? 1000 കൺസ്യൂമേഴ്സ് ലൈക്ക് at least one of A and B.
എ അല്ലെങ്കിൽ ബി ഇഷ്ടപ്പെടുന്നവരാണ് കേട്ടോ. എ അല്ലെങ്കിൽ എന്താണ് ബി ഇഷ്ടപ്പെടുന്നവരാണ് ആരെന്ന് പറയുന്ന 1000 കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് നമുക്ക് എഴുതാം എൻ ഓഫ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു എൻ ഓഫ് യു ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര എന്ന് പറഞ്ഞിട്ട് എഴുതാം 1000 എന്ന് പറഞ്ഞിട്ട് എഴുതാം. therefore എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് മാറൂടെ 1170 നിന്ന് നമ്മൾ എത്ര കുറയ്ക്കുക 1000 കുറയ്ക്കുക. സോ 1170 മൈനസ് 1000 ഇസ് ഈക്വൽ ടു 170. therefore നമ്മൾ എഴുതണം ലീസ്റ്റ് നമ്പർ ഓഫ് പീപ്പിൾ who like both product A and B is A and B is എത്രയായിട്ട് മാറൂടെ 170. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. സോ ഇതാണ് നമുക്ക് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് പറയേണ്ടത് ഇതാണ്, ഇതൊരു ആപ്ലിക്കേഷൻ പ്രോബ്ലം തന്നെയാണ്. നമ്മൾ there are 200 ഇൻഡിവിജ്വൽസ് വിത്ത് എ സ്കിൻ ഡിസോർഡർ. ഇത് 200 പേർക്ക് എന്തുണ്ട് സ്കിൻ ഡിസോർഡർ ഉണ്ട്. സ്കിൻ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമുക്ക് സ്കിന്നിന് അസുഖമുള്ളവരാണ്. ഓക്കെ, അതിനകത്ത് നമുക്ക് പറയുന്ന കണ്ടീഷൻ ഇതാണ്, എ ഡിനോട്ട് ദ സെറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് എക്സ്പോസ്ഡ് ടു കെമിക്കൽ C1. എ എന്ന് പറയുന്നത് C1 എന്ന് പറയുന്ന ഒരു കെമിക്കലിൻ്റെ അഭാവം മൂലമോ അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഒരു കൂടുതൽ കൊണ്ടോ ഓക്കെ നമുക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ C1 എന്ന് പറയുന്ന കെമിക്കലിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടോ എന്ത് സംഭവിക്കുന്നുണ്ട് സ്കിൻ ഡിസോർഡർ സംഭവിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരെന്ന് പറയുന്നത് എത്ര പേരാണ് 120 ആൾക്കാരുണ്ട്. അതായത് 120 പേർക്ക് എന്തുണ്ട് 120 പേരെന്ന് പറയുന്നത് C1 എന്ന് പറയുന്ന കെമിക്കലിൻ്റെ എക്സ്പോഷർ മൂലം സ്കിൻ ഡിസോർഡർ വന്നിരിക്കുന്ന ആളാണ്. ഓക്കെ, എന്നിട്ട് അടുത്ത് പറഞ്ഞിരിക്കുന്നത് 52 കെമിക്കൽ C2, 50 പേർക്ക് രണ്ടാമത്തെ കെമിക്കലായ C2 എന്ന് പറയുന്ന കെമിക്കൽ കൊണ്ട് സ്കിൻ ഡിസോർഡർ സംഭവിച്ചതാകും. ഇനി 30 പേർക്ക് ബോത്ത് കെമിക്കൽ C1 ആൻഡ് C2, 30 ആൾക്കാർക്കെന്ന് പറയുന്നത് C1ഉം C2ഉം ഉണ്ട്. ഓക്കെ, ഇത് രണ്ട് മൂലമുണ്ട് സ്കിൻ ഡിസോർഡർ വന്നിട്ടുണ്ട്. മൊത്തം എത്ര പേരേ ഉള്ളൂ 200 പേരേ ഉള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ മെനി പീപ്പിൾ exposed to chemical C1 but not a chemical C2? First question. Second question, chemical C2 but not a chemical C1. And third question, chemical C1 or chemical C2. ഓക്കെ, അപ്പോൾ നമുക്ക് 3 ക്വസ്റ്റ്യൻസാണ് നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കെമിക്കൽ C1 നോട്ട് കെമിക്കൽ C2 ബട്ട് നോട്ട് കെമിക്കൽ C2. C1 ബട്ട് നോട്ട് കെമിക്കൽ C2. C1 എന്ന് പറയുന്ന എക്സ്പോഷറാണ് കൊണ്ടാണ് സ്കിൻ ഡിസോർഡർ വന്നിരിക്കുന്നത്. പക്ഷേ ആരുണ്ടാവത്തില്ല C2 ഉണ്ടാവത്തില്ല. ഇതിൻ്റെ നമ്പർ കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്തതിനകത്തോട്ട് പോകാം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ മൊത്തം 200 പേരെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ഈ സ്കിൻ ഡിസോർഡർ മൂലം നമ്മൾ എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ 200 പേരെയാണ് നമ്മൾ പരിശോധിച്ചപ്പോൾ നമ്മൾ കണ്ടത് 120 പേർക്ക് C1 എന്ന് പറയുന്ന കെമിക്കലിൻ്റെ എക്സ്പോഷർ മൂലമുണ്ടാകുന്ന സ്കിൻ ഡിസോർഡറാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഞാനിവിടെ നേരത്തെ എന്നൊക്കെ പറഞ്ഞെങ്കിലും നമുക്കിവിടെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് C1 എന്ന് പറഞ്ഞാൽ തന്നെ കൊടുക്കാം. എൻ ഓഫ് C1 എന്ന് പറയുന്നത് നമുക്കിവിടെ പറയുന്നുണ്ട്, എൻ ഓഫ് C1 ഈസ് ഈക്വൽ ടു എത്രയുണ്ട് 120 ആണ്. എൻ ഓഫ് C2 എന്ന് പറയുന്നത് എത്രയാണെന്ന് പറയുന്നുണ്ട് 50 ആണെന്ന് പറയുന്നുണ്ട്. എൻ ഓഫ് C1 ഇൻ്റർസെക്ഷൻ C2 ഇത് രണ്ട് മൂലമുള്ളതെന്ന് പറയുന്നത് എത്ര പേരുണ്ട് 30 പേരും. അപ്പോൾ എൻ ഓഫ് C1 120 ആണ്, എൻ ഓഫ് C2 എന്ന് പറയുന്നത് 50 ആണ്, എൻ ഓഫ് C1 ഇൻ്റർസെക്ഷൻ C2 എന്ന് പറയുന്നത് 30 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ മെനി പീപ്പിൾ എക്സ്പോസ്ഡ് ടു എയ്തർ C1 അല്ലെങ്കിൽ C2 മൂലം എത്ര പേർക്ക് ഇത് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, C1 അല്ലെങ്കിൽ C2 മൂലം എത്ര പേർക്ക് ഈ പറഞ്ഞിരിക്കുന്ന സ്കിൻ ഡിസോർഡർ സംഭവിച്ചിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. എൻ ഓഫ് C1 യൂണിയൻ C2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. എൻ ഓഫ് C1 യൂണിയൻ C2 എന്ന് പറയുന്നത് നമുക്ക് വി ഹാവ് ദ ഫോർമുല, ഇറ്റ് ഈസ് എൻ ഓഫ് C1 പ്ലസ് എൻ ഓഫ് C2 അല്ലേ, എൻ ഓഫ് C2 മൈനസ് എൻ ഓഫ് C1 ഇൻ്റർസെക്ഷൻ C2. ഇതാണ് നമ്മൾ പഠിച്ചത്. പാട്ട് എൻ ഓഫ് C1 എന്ന് പറയുന്നത് 120 ആണ് അല്ലേ, പ്ലസ് എൻ ഓഫ് C2 എന്ന് പറയുന്നത് എത്രയുണ്ട് 50 ആണ്, മൈനസ് എൻ ഓഫ് C1 ഇൻ്റർസെക്ഷൻ C2 എന്ന് പറയുന്നത് എത്രയാണ് 30 ആണ്. നമ്മൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ഇട്ട് പറയാം 170 കിട്ടും, മൈനസ് 30
ഈസിക്വൽ നമുക്ക് എത്ര ഇട്ടൂടെ 140. അപ്പോൾ നമ്മൾ 200 പേർക്കും ഈ പറഞ്ഞ രീതിയിൽ സ്കിൻ ഡിസോർഡർ ഇല്ല. പറഞ്ഞിരിക്കുന്ന ഇതാണ്, there are 200 ഇൻഡിവിജ്വൽസ് വിത്ത് സ്കിൻ ഡിസോർഡർ. പക്ഷേ അതിനകത്ത് C1 അല്ലെങ്കിൽ C2 മൂലം എത്ര പേർക്ക് മാത്രമേ ഉള്ളൂ? 140 പേർക്ക് മാത്രമേ C1 അല്ലെങ്കിൽ C2 എന്ന് പറയുന്ന കെമിക്കൽ മൂലം സ്കിൻ ഡിസോർഡർ ഉള്ളൂ. ഓക്കെ, അപ്പം ഈ C1 അല്ലെങ്കിൽ C2 മൂലം 140 പേരാണ്. മൊത്തം 200 പേർക്ക് സ്കിൻ ഡിസോർഡർ ഉണ്ട്. പക്ഷേ ഈ C1 അല്ലെങ്കിൽ C2 മൂലം ആ സ്കിൻ ഡിസോർഡർ വന്ന് സംഭവിച്ചിരിക്കുന്ന എത്ര പേരേ ഉള്ളൂ? 140 ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതവിടെ നമുക്ക് കിടന്നോട്ട്, നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഇവിടെ അതല്ല ചോദിച്ചിരിക്കുന്നത്, C1 ബട്ട് നോട്ട് കെമിക്കൽ C2 ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ആദ്യത്തെ ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നത് നമുക്കിവിടെ പറഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. കെമിക്കൽ C1 ഓർ കെമിക്കൽ C2. അത് തന്നെ നമുക്ക് ആദ്യം എടുത്തെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഇവിടുത്തെ മൂന്നാമത്തെ ക്വസ്റ്റിനാണ് ഞാനിവിടെ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്നത്. കെമിക്കൽ C1 ഓർ കെമിക്കൽ C2 ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഇത് ചെയ്തു, കാരണം നമുക്കിത് ആവശ്യമുണ്ട്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്കിവിടുത്തെ ആദ്യത്തെ ക്വസ്റ്റ്യനായിട്ട് ഞാൻ എടുക്കുന്നു. കെമിക്കൽ C1 ഞാൻ നേരത്തെ എഴുതിയ സംഗതിയാണ്. കെമിക്കൽ C1 ബട്ട് നോട്ട് കെമിക്കൽ C2. C1 ബട്ട് നോട്ട് C2, അതായത് A ബട്ട് നോട്ട് B എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അത് A-B ആണ് സെറ്റ് എന്ന് പറയുന്നത്. A ബട്ട് നോട്ട് B എന്ന് പറഞ്ഞാൽ എന്താണ്? അത് A-B ആണ്. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് N ഓഫ് A-B ആണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് N ഓഫ് A-B ഈസ് ഈക്വൽ ടു N ഓഫ് എയിൽ നിന്ന് നമ്മൾ ആരെ ഒഴിവാക്കണം? N ഓഫ് A ഇൻ്റർസെക്ഷൻ B നമ്മൾ ഒഴിവാക്കണം. ഓക്കെ, N ഓഫ് A-B എന്ന് പറയുന്നത് N ഓഫ് എയിൽ നിന്ന് നമ്മൾ ആരെ ഒഴിവാക്കണം? N ഓഫ് A ഇൻ്റർസെക്ഷൻ B നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ നമുക്കിവിടെ ഒരു കാര്യം ചെയ്യാം. എന്താ ഇവിടെ N ഓഫ് C1 മൈനസ് C2 ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. C1 ബട്ട് നോട്ട് C2 എന്ന് പറഞ്ഞാൽ അത് N ഓഫ് C1 മൈനസ് C2 ആണ്. N ഓഫ് C1 മൈനസ് C2 എന്ന് പറയുന്നത് N ഓഫ് C1ൽ നിന്ന് നമ്മൾ ആരെ ഒഴിവാക്കണം? N ഓഫ് C1 ഇൻ്റർസെക്ഷൻ C2 ഒഴിവാക്കണം. വാട്ട് അബൌട്ട് N ഓഫ് C1? N ഓഫ് C1 എന്ന് പറയുന്നത് നമുക്കറിയാം 120 പേരാണ്, 120 പേരാണ്. സോ 120 മൈനസ് N ഓഫ് C1 ഇൻ്റർസെക്ഷൻ C2. C1 ഇൻ്റർസെക്ഷൻ C2 എത്രയാണ്? 30 പേര്. സോ ആൻസർ എത്രയായിട്ട് മാറും? 90 പേര്. സോ 90 പേർക്കാണ് C1 എന്ന് പറയുന്ന കെമിക്കൽ മാത്രം ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ മാത്രം എഫക്റ്റീവായിട്ട് നമുക്ക് എന്താ സ്കിൻ ഡിസോർഡർ വന്നിരിക്കുന്നത്. C1 എന്ന് പറയുന്ന കെമിക്കൽ മൂലം മാത്രം എത്ര പേർക്ക്? 90 പേർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഈ സ്കിൻ ഡിസോർഡർ വന്നിട്ടുണ്ട്. അടുത്ത് നമുക്ക് രണ്ടാമത്തെ കേസ് നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, കെമിക്കൽ C2 ബട്ട് നോട്ട് C1. കെമിക്കൽ C2 ബട്ട് നോട്ട് C1. കെമിക്കൽ C2 ബട്ട് നോട്ട് C1 എന്ന് പറയുന്ന നേരത്ത് നമ്മളവിടെ എടുക്കേണ്ടത് എന്താണ്? തിരിച്ചാണ് എടുക്കേണ്ടത്. N ഓഫ് C2 മൈനസ് C1 ആണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫോർമുല കിട്ടുന്നതാണ് N ഓഫ് C2വിൽ നിന്ന് നമ്മൾ ആരും ഒഴിവാക്കണം? ഇത് രണ്ട് മൂലം ഉണ്ടായിട്ടുള്ളവർ നമ്മൾ ഒഴിവാക്കുക. സോ N ഓഫ് C2 എന്ന് പറയുന്നത് എത്രയുണ്ട്? N ഓഫ് C2, വാട്ട് ഈസ് N ഓഫ് C2? N ഓഫ് C2 എന്ന് പറയുന്നത് 50 ആണ്. സോ 50 പേരിൽ നിന്ന് ഇത് രണ്ട് മൂലം ഉള്ളത് എത്ര പേരുണ്ട്? 30 പേര്. സോ എത്ര പേർക്ക്? 20 പേർക്ക് മാത്രമാണ് C2 എന്ന് പറയുന്ന കെമിക്കൽ മൂലം എന്തുണ്ടായിരിക്കുന്നത്? സ്കിൻ ഡിസോർഡർ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തരുന്നത് കെമിക്കൽ C1 ഓർ കെമിക്കൽ C2. അത് ഞാൻ ആദ്യമേ പറയാനുള്ള റീസൺ വേറൊന്നുമല്ല, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഈ 140 പേര് മാത്രമേ ഇവിടെ C1 അല്ലെങ്കിൽ C2 മുഖാന്തരം എന്ത് ചെയ്തിട്ടുള്ള സ്കിൻ ഡിസോർഡർ വന്നിട്ടുള്ളൂ. 200 പേർക്ക് സ്കിൻ ഡിസോർഡർ ഉണ്ട്. അത് വേറെ ഏതെങ്കിലും ബാക്കി 60 പേർക്ക് വേറെ ഏതെങ്കിലും കെമിക്കൽ മൂലമായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എന്താണ് ഡിഫക്റ്റീവായിട്ട് സംഭവിച്ചിരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിറ്റാമിൻ്റെ കുറവ് മൂലം ഉണ്ടാവാം. അങ്ങനെയൊക്കെ സംഭവിക്കുന്ന കേസാണെന്ന് പറയുന്നത് ബാക്കി 60 പേരെന്ന് പറയുന്നത്. ഈ C1 അല്ലെങ്കിൽ C2 മൂലം ഉണ്ടായിരിക്കുന്ന എത്ര പേർക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ? 140 പേർക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതിന് തന്നെ വേറെ ക്വസ്റ്റ്യൻ കൂടി ചോദിക്കും. നെയ്തർ C1 നോർ C2 വേണമെങ്കിൽ നമുക്ക് എക്സാമ്പിൾ ചോദിക്കാം. കെമിക്കൽ നെയ്തർ C1 നോർ C2. ഓക്കെ, അതും കൂടി നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കോ. നെയ്തർ C1 നോർ C2. നാലാമതൊരു ക്വസ്റ്റ്യനായിട്ട് ഞാനിവിടെ എഴുതുകയാണ്. ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല എങ്കിൽ കൂടിയും ഞാനത് ഒന്ന് ഡിസ്കസ് ചെയ്ത് തരികയാണ്. ഒരു തവണ ഈ രീതിയിലും ക്വസ്റ്റ്യൻ ചോദിച്ചു. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതായിരുന്നു, കെമിക്കൽ നെയ്തർ C1 നോർ C2. നെയ്തർ C1 നോർ C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ആൻസർ എഴുതുന്നത്? നെയ്തർ നോർ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ആൻസർ ചെയ്യുന്നത്? ശ്രദ്ധിക്കുക, എത്രയേ ഉള്ളൂ. നെയ്തർ C1 നോർ C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു N ഓഫ് C1 കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ C2 കോംപ്ലിമെൻ്റ് എന്നാണ്. അതായത് C1 മുഖാന്തരവും അല്ല, C2 മുഖാന്തരവും അല്ല. ഓക്കെ,
C1ൻ്റെ എന്താണ് C1 എന്ന് പറയുന്ന കെമിക്കൽ മൂലവുമല്ല, C2 എന്ന് പറയുന്ന കെമിക്കൽ മൂലവുമല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഇതിൻ്റെ ആൻസർ നമ്മൾ കണ്ടുപിടിക്കും? അത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇതിൻ്റെ ആൻസർ. എങ്കിലും നമ്മളത് മാത്തമെറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നെയ്തർ C1 നോർ C2 പറയുകയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു അപ്ലൈ n of C1 കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ C2 കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതണം. ആൻഡ് വിച്ച് ഇസ് ഈക്വൽ ടു നമ്മൾ ചെയ്യുന്ന ഇതാണ് n ഓഫ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഡിമോർഗൻസ് ലാ പറയുന്നത് നമുക്കറിയാം. ഡിമോർഗൻസ് ലാ എന്ന് പറയുന്ന ഇതാണ് ഡിമോർഗൻസ് ലാ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. A യൂണിയൻ B ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു A കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ B കോംപ്ലിമെൻ്റ് ആണ്. ഇനി തിരിച്ചു പറയാൻ നേരത്ത് A കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ B കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് A യൂണിയൻ B ദ ഹോൾ കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് C1 കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ C2 കോംപ്ലിമെൻ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? C1 യൂണിയൻ C2 ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞിട്ട് മാറ്റി എഴുതാം. ഓക്കെ, വാട്ട് അബൌട്ട് n ഓഫ് A കോംപ്ലിമെൻറ്റ്? n ഓഫ് A കോംപ്ലിമെൻറ്റ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. A കോംപ്ലിമെൻറ്റിനകത്തുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സൽ സെറ്റിൻ നമ്പർ ഓഫ് എലമെൻറ്റ്സിൽ നിന്ന് നമ്മൾ ആരുടെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് കുറച്ചാൽ മതി? എയിലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് നമ്മൾ കുറച്ചാൽ മതി. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറയാനൊക്കും എന്താണ് n ഓഫ് A കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് n ഓഫ് യൂണിവേഴ്സൽ സെറ്റ് മൈനസ് n ഓഫ് A ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് n ഓഫ് C1 യൂണിയൻ C2 ദ ഹോൾ കോംപ്ലിമെൻറ്റ്? ഈ കാണുന്ന സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റിന് നമ്പർ ഓഫ് എലമെൻറ്റ്സ് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യും? n ഓഫ് യുവിൽ നിന്ന് ഏത് യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് നമ്മൾ ആരും ഒഴിവാക്കുക? n ഓഫ് C1 യൂണിയൻ C2 നമ്മൾ ഒഴിവാക്കുക. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു n ഓഫ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയുണ്ട്? n ഓഫ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എത്ര പേർക്കാണ്? 200 ആളുകൾക്കാണ് നമ്മളിവിടെ സ്കിൻ ഡിസോർഡർ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം യൂണിവേഴ്സൽ സെറ്റിനകത്ത് എത്ര പേരുണ്ട്? 200 പേരുണ്ട്. സോ 200 പേരിൽ നിന്ന് C1 അല്ലെങ്കിൽ C2 മുഖാന്തിരം സ്കിൻ ഡിസോർഡർ വന്നിരിക്കുന്നത് എത്ര പേരാണ്? 140 പേരാണ്. സോ 200 മൈനസ് 140 ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 60 കിട്ടും ആൻസർ. സോ ഈ ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? അതൊന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു തവണ ഈ രീതിയിലും ക്വസ്റ്റ്യൻ ചോദിച്ചു, നെയ്തർ കെമിക്കൽ C1 നോർ കെമിക്കൽ C2. ഓക്കെ, അത് നമുക്കൊരു കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പഠിച്ചു വയ്ക്കാം. നെയ്തർ A നോർ B വരികയാണെങ്കിൽ വാട്ട് വിൽ വി ഡു? ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് കേസുകളുണ്ട്. അത് ഞാനൊരു ടേബിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ ടേബിൾ നിങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ ഈ മോഡലിൽ വരുന്ന ക്വസ്റ്റ്യൻസുകൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം നമ്മൾ പറയുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയ പ്രോബ്ലത്തിനെ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് നെയ്തർ A നോർ B വരികയാണെന്നുണ്ടെങ്കിൽ ആ മോഡൽ പ്രോബ്ലംസ് നമ്മൾ എങ്ങനെ ചെയ്യണം? അതിൻ്റെ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്വസ്റ്റ്യനാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് അഡീഷണൽ ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞത്, ഇതിൻ്റെ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്നതാണ്. മിസ്സലേനിയസ് എക്സസൈസിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ് ഇത്. പറഞ്ഞിരിക്കുന്നതാണ് ഇൻ എ സർവേ ഓഫ് 600 സ്റ്റുഡൻസ് ഇൻ എ സ്കൂൾ. ഒരു സ്കൂളിൽ 600 കുട്ടികളെ സർവേ നടത്തി. ഓക്കെ, എന്നിട്ട് പറയുന്നുണ്ട് 150 സ്റ്റുഡൻസ് വി ആർ ഫൗണ്ട് ടു ബി ടേക്കിംഗ് ടീ. 180 കുട്ടികളാണെങ്കിൽ ടീ കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ചായ കുടിക്കുന്ന എത്ര കുട്ടികളുണ്ട്? 180 പേരുണ്ട്. സോ n ഓഫ് ടി എന്ന് പറയുന്നത് എത്രയാണ്? 150 ആണ്. ആൻഡ് 225 ടേക്കിംഗ് കോഫി. 225 പേര് കോഫി ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ കോഫി കുടിക്കുന്നവരാണ് 225 പേര്. സോ n ഓഫ് സി എന്ന് പറയുന്നത് 225 ആയിട്ടും മാറി. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് 100 we are taking both ടീ ആൻഡ് കോഫി. അതിനകത്ത് 100 പേര് എന്ത് ചെയ്യുന്നുണ്ട്? ടീയും കോഫിയും ഇഷ്ടപ്പെടുന്നവരാണ് അല്ലെങ്കിൽ ടീയും കോഫിയും കുടിക്കുന്നവരാണ്. അതായത് n ഓഫ് ടി ഇൻ്റർസെക്ഷൻ സി നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്? 100 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമുക്ക് ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമേ പറഞ്ഞുള്ളൂ. ഫൈൻഡ് ഹൗ മെനി സ്റ്റുഡൻസ് വി ആർ ടേക്കിംഗ് നെയ്തർ ടീ നോർ കോഫി. ടീയും കുടിക്കുന്നില്ല കോഫിയും കുടിക്കുന്നില്ല, അങ്ങനെയുള്ള എത്ര കുട്ടികൾ അവിടെയുണ്ട്? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാൻ കഴിയുന്നത് എന്താണ്? ഈ ടീ അല്ലെങ്കിൽ കോഫി കുടിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? ടീ അല്ലെങ്കിൽ കോഫി കുടിക്കുന്നവർ എത്ര പേർ? ഇതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. സോ അപ്പോൾ നമുക്ക് n ഓഫ് ടി യൂണിയൻ സി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് അബൌട്ട് n ഓഫ് ടി യൂണിയൻ സി? ടി യൂണിയൻ സി എന്ന് പറയുന്നതാണ് n ഓഫ് ടി പ്ലസ് n ഓഫ് സി മൈനസ് n ഓഫ് ടി ഇൻ്റർസെക്ഷൻ സി, വിച്ച് മീൻസ് ദാറ്റ് ഹൗ മെനി പീപ്പിൾ എന്താണ് ടേക്കിംഗ് എയ്തർ ടീ ഓർ കോഫി. ടീ അല്ലെങ്കിൽ കോഫി ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ കുടിക്കുന്നവർ എത്ര പേര്? അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ടീ കുടിക്കുന്നവരുടെ എണ്ണം നമുക്കറിയാം. 150 പേര് എന്താണ്? ടീ കുടിക്കുന്നവരാണ്. കോഫി കുടിക്കുന്നവരാണെങ്കിൽ 225 പേരുണ്ട്. ഇനി ടീയും കോഫിയും ഇഷ്ടപ്പെടാത്തവർ അല്ലെങ്കിൽ ടീയും കോഫിയും കുടിക്കുന്നവരെന്ന് പറയുന്നത് എത്ര പേരുണ്ട്? 100 പേരുണ്ട്.
സോ അങ്ങനെയാണ് ഇത് രണ്ടും കൂടെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 375 കിട്ടും. സോ 375 മൈനസ് നമുക്ക് എത്ര എടുക്കുക, 100 എടുക്കുക. നമുക്ക് കിട്ടുന്ന ആൻസർ 275 കിട്ടും. സോ അപ്പോൾ 275 പേരാണ് ടീ അല്ലെങ്കിൽ കോഫി കുടിക്കുന്നവരെന്ന് പറയാം. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ അതല്ല, ഹൗ മെനി പീപ്പിൾ ആർ ടേക്കിംഗ് നെയ്തർ ടീ നോർ കോഫിയാണ്. അത് നെയ്തർ ടീ നോർ കോഫി. അപ്പോൾ നമുക്ക് എഴുതണം എൻ ഓഫ് നെയ്തർ ടീ അല്ലേ, നെയ്തർ ടീ നോർ കോഫി. നമ്മൾ നേരത്തെ കണ്ട നെയ്തർ C1 നോർ C2 പറഞ്ഞ സമയത്ത് നമ്മൾ കണ്ടുപിടിച്ചത് C1 കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ C2 കോംപ്ലിമെൻ്റാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ നെയ്തർ ടി നോർ സി എന്ന് പറയാൻ നേരത്ത് നമ്മൾ എടുക്കുന്നത് എൻ ഓഫ് ടി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, എൻ ഓഫ് ടി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് വി നോ ദാറ്റ് ഇറ്റ് ഈസ് ബൈ നിബോർഗൻസില നമുക്ക് പറയാം ടി യൂണിയൻ സി ദ ഹോൾ കോംപ്ലിമെൻ്റ് ആണ് അല്ലേ. ഇസ് ഈക്വൽ ടു എൻ ഓഫ് യുവിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, എൻ ഓഫ് ടി യൂണിയൻ സി നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. ആൻഡ് വാട്ട് അബൌട്ട് എൻ ഓഫ് യു? എന്താണ് എൻ ഓഫ് യു എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഗിവൺ ദ ക്വസ്റ്റ്യൻ ദാറ്റ് വി ആർ ടേക്കിംഗ് 600 സ്റ്റുഡൻസ് ഇൻ എ സ്കൂൾ ഫോർ ദിസ് സർവേ. ഈ സ്കൂളിൽ 600 കുട്ടികളെ എടുത്താണ് നമ്മൾ സർവേ നടത്തിയത് അല്ലേ. ഈ 600 കുട്ടികളിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ടീ അല്ലെങ്കിൽ കോഫി ഇഷ്ടപ്പെടുന്നവർ എത്ര പേരാണ്, 275 പേരെന്ന് പറഞ്ഞിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പം ടീ അല്ലെങ്കിൽ കോഫി ഇഷ്ടപ്പെടാത്തവർ എത്ര പേരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 600-ൽ നിന്ന് നമ്മൾ 6 കുറയ്ക്കുക, 275 കുറയ്ക്കുക. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. സോ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് എത്ര ഇട്ടൂടെ പറ, 600 മൈനസ് 275. നമുക്ക് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഇട്ടൂടെ ഇവിടെ, 25 325. ഓക്കെ, സോ 325 പീപ്പിൾ ടേക്കിംഗ് നെയ്തർ ടീ നോർ കോഫി. 325 പേര് എന്ത് ചെയ്യുന്നില്ല, ടീയും കുടിക്കുന്നില്ല കോഫിയും കുടിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രാക്ടിക്കൽ പ്രോബ്ലംസുകൾ ഡിസ്കസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഈ സെറ്റിൻ്റെ ഈ ആപ്ലിക്കേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ്, ഒരു ഇമ്പോർട്ടൻറ്റ് സെഷനും കൂടി ആകുമ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. സെഷന് വേറൊന്നുമല്ല, നമുക്ക് ചില പ്രോബ്ലംസിനകത്ത് 2 സെറ്റുകളായിരിക്കും ഇതിലുണ്ടാകുന്നത്, 3 സെറ്റുകളുണ്ടാവും, 2ഓ അതിൽ കൂടുതൽ സെറ്റുകളുണ്ടാവും. അതായത് 2 കൂടുതൽ സെറ്റുകൾ, ഇപ്പോൾ 3 സെറ്റോ 4 സെറ്റോ 5 സെറ്റോ ഒക്കെ വരെ, നമുക്ക് 3 സെറ്റ് വരെയുള്ള പ്രോബ്ലംസ് നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഫോർമുല അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ കേസുകളിൽ നമുക്ക് ഇത്തിരി കൂടി അതിനെ ടാക്കിൾ ചെയ്ത് ബൈ യൂസിങ് വെൻ ഡയഗ്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതിൻ്റെ വാല്യൂസുകൾ അല്ലെങ്കിൽ നമ്മുടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ ഈസി ആയിട്ട് കണ്ടുപിടിക്കും. ആ മെത്തേഡ് എന്താണ്, അതാണ് നമ്മളിവിടെ നോക്കേണ്ടത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ എ സർവേ ഓഫ് 60 പീപ്പിൾ, 60 ആളുകളെടുത്ത് സർവേ നടത്തിയപ്പോൾ കണ്ടത് 25 പേര് റീഡ് ന്യൂസ് പേപ്പർ എച്ച്. നമുക്ക് വേണമെങ്കിൽ ഹിന്ദു എന്ന് വേണമെങ്കിൽ വിളിക്കാം, ആ ന്യൂസ് പേപ്പർ നമ്മൾ ഹിന്ദു എന്ന് വിളിക്കാം. അപ്പോൾ ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കുന്ന എത്ര പേരുണ്ട്, 25 പേരുണ്ട്. 60 പേരെടുത്താണ് നമ്മൾ സർവേ നടത്തിയത്. ഇനി 26 പേരെന്ന് പറയുന്നത് റീഡ് ന്യൂസ് പേപ്പർ ടി എന്ന് പറയുന്നത് നമുക്ക് ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം 26 പേര് എന്താണ് ടൈംസ് ഓഫ് ഇന്ത്യ വായിക്കുന്നവരുണ്ട്. ഇനി 26 പേര് തന്നെയാണ് ഐ എന്ന് പറയുന്ന ന്യൂസ് പേപ്പറും വായിക്കുന്നത്. ഐ എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ വേറെ ആരും അല്ല, ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ് വായിക്കുന്ന എത്ര പേരുണ്ട്, 26 പേരുണ്ട്. സോ അപ്പോൾ മൊത്തം 60 പേരിൽ 25 പേരെന്ന് പറയുന്നത് ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ട്. അതിനകത്ത് തന്നെ 26 പേരെന്ന് പറയുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ വായിക്കുന്നുണ്ട്. ആൻഡ് 26 പേര് ഇന്ത്യൻ എക്സ്പ്രസും വായിക്കുന്നുണ്ട്. ഇതിൽ തന്നെ 9 പേരെന്ന് പറയുന്നത് ബോത്ത് എച്ച് ആൻഡ് ഐ, എച്ചും ഐയും വായിക്കുന്നവർ. എച്ചും ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുവും ഇന്ത്യൻ എക്സ്പ്രസും വായിക്കുന്ന എത്ര പേരുണ്ട്, 9 പേരുണ്ട്. 11 റീഡ് ബോത്ത് എച്ച് ആൻഡ് ടി, ഹിന്ദുവും ടൈംസ് ഓഫ് ഇന്ത്യയും വായിക്കുന്നവർ എത്ര പേരുണ്ട്, 11 പേരുണ്ട്. 8 പേരാണെങ്കിൽ ബോത്ത് ടി ആൻഡ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈംസ് ഓഫ് ഇന്ത്യയും ഇന്ത്യൻ എക്സ്പ്രസും വായിക്കുന്നത് 8 പേരുണ്ട്. ഇനി ഈ 60 പേരിൽ 3 പേരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ന്യൂസ് പേപ്പറും വായിക്കുന്നവരുമാണ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്, ഹൗ മെനി പീപ്പിൾ റീഡ് അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദി 3 ന്യൂസ് പേപ്പേഴ്സ്. ഈ 3 ന്യൂസ് പേപ്പറിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും, കുറഞ്ഞത് ഒരെണ്ണമെങ്കിലും വായിക്കുന്നത് എത്ര പേരുണ്ട്. കുറഞ്ഞത് ഒരെണ്ണമെങ്കിലും വായിക്കുന്നത് എത്ര പേരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്, ഹിന്ദു അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ് അല്ലെങ്കിൽ ടൈംസ് ഓഫ് ഇന്ത്യ, ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് വായിക്കുന്നത്. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഓർന്നാണ്. ഓർന്ന് പറയുന്ന വേർഡിന് വേണ്ടി നമ്മൾ സെറ്റിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന
ഓപ്പറേഷൻ എന്ന് പറയുന്നത് യൂണിയൻ എന്ന് പറയുന്ന ഓപ്പറേഷനാണ്. അതായത് നമുക്ക് വേണ്ടത് എന്താണ്, എൻ ഓഫ് എച്ച് യൂണിയൻ ടി യൂണിയൻ ഐ ആണ് നമുക്ക് വേണ്ടത്. സോ നമുക്ക് ആദ്യത്തെ പ്രോബ്ലത്തിൻ്റെ ആൻസർ നമുക്ക് എഴുതാം. നമ്പർ ഓഫ് പീപ്പിൾ റീഡ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് 3 newspapers. അറ്റ്ലീസ്റ്റ് 1 of 3 ന്യൂസ്പേപ്പേഴ്സ് എന്ന് പറയുന്ന നേരം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഞാൻ പറഞ്ഞു എന്താണ്, എൻ ഓഫ് എച്ച് യൂണിയൻ ടി യൂണിയൻ ഐ ആണ് അല്ലേ. എൻ ഓഫ് എച്ച് യൂണിയൻ ടി യൂണിയൻ ഐ എന്ന് പറഞ്ഞ് നമുക്ക് എന്താ കിട്ടുന്നത്, എൻ ഓഫ് എച്ച് പ്ലസ് എൻ ഓഫ് ടി പ്ലസ് എൻ ഓഫ് ഐ ആണ് നമുക്ക് എഴുതാം. പിന്നെ വീണ്ടും നമ്മൾ കുറയ്ക്കണം, എൻ ഓഫ് മൈനസ് എൻ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ ഐ മൈനസ് എൻ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ ടി മൈനസ് എൻ ഓഫ് ടി ഇൻ്റർസെക്ഷൻ ഐ. ഇനി 3 പേരുടെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ആഡ് ചെയ്യണം. സോ പ്ലസ് എൻ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ ടി ഇൻ്റർസെക്ഷൻ ഐ. ഓക്കെ, അപ്പോൾ നമുക്ക് എൻ ഓഫ് അറ്റ്ലീസ്റ്റ് 1 of the 3 ന്യൂസ്പേപ്പേഴ്സ് എന്ന് പറയുന്ന നേരത്ത് എൻ ഓഫ് എച്ച് യൂണിയൻ ടി യൂണിയൻ ഐ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഫോർമുല അനുസരിച്ച് എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു ആദ്യം ഓരോരുത്തർ വെച്ചുള്ളതിൻ്റെ സം, അതായത് എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി. എന്നിട്ട് 2 പേരുടെ ഇൻ്റർസെക്ഷൻ്റെ ആളുകളുടെ എണ്ണം നമ്മൾ എന്ത് ചെയ്യണം, കുറയ്ക്കണം. സോ മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് എൻ ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ സി. ഇനി 3 പേരിലുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. സോ എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി നമ്മൾ പ്ലസ് ഇടണം. സോ പ്ലസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. സോ എൻ ഓഫ് എച്ച് യൂണിയൻ ടി യൂണിയൻ ഐ എന്ന് പറയുന്നത് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് എൻ ഓഫ് എച്ച് എന്ന് പറയുന്നത് എത്രയുണ്ട്, എൻ ഓഫ് എച്ച് നമുക്കറിയാം ഹൗ മെനി പീപ്പിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അത് ഇവിടെ നോക്കി നമുക്ക് എഴുതാം. എൻ ഓഫ് എച്ച് എന്ന് പറയുന്നത് 25 ആണ്. എൻ ഓഫ് ടി എന്ന് പറയുന്നത് 26 ആണ്. എൻ ഓഫ് ഐ എന്ന് പറയുന്നത് അതും 26 തന്നെയാണ്. എൻ ഓഫ് ബോത്ത് എച്ച് ആൻഡ് ഐ എന്ന് പറഞ്ഞാൽ എൻ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ ഐ ആണ്. എച്ച് ഇൻ്റർസെക്ഷൻ ഐ എന്ന് പറയുന്നത് 9 ആണ്. എൻ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ ടി എന്ന് പറയുന്നത് 11 ആണ്. പിന്നെ നമുക്ക് പറയുന്നത് എൻ ഓഫ് ടി ഇൻ്റർസെക്ഷൻ ഐ എന്ന് പറയുന്നത് 8 ആണ്. ഇനി ബാലൻസ് എല്ലാ പേരുടെയും ഉള്ളത് എൻ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ ടി ഇൻ്റർസെക്ഷൻ ഐ അതെന്ന് പറയുന്നത് 3. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മളെടുത്ത് എഴുതണം. അതിനുശേഷമാണ് നമ്മൾ ഈ ഫോർമുലയിലോട്ട് വരുന്നത്. ഈ ഫോർമുല എഴുതാൻ നേരത്ത് എൻ ഓഫ് എച്ച് എന്ന് പറയുന്നത് നമുക്ക് 25 ആണ്. എൻ ഓഫ് ടി എന്ന് പറയുന്നത് 26 ആണ്. എൻ ഓഫ് ഐ എന്ന് പറയുന്നത് 26 ആണ്. മൈനസ് എൻ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ ഐ എന്ന് പറയുന്നത് 9 ആണ്. മൈനസ് എൻ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ ടി എന്ന് പറയുന്നത് 11 ആണ്. മൈനസ് എൻ ഓഫ് ടി ഇൻ്റർസെക്ഷൻ ഐ എന്ന് പറയുന്നത് നമുക്കറിയാം 8 ആണ്. പ്ലസ് ആൻഡ് ഫൈനലി എൻ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ ടി ഇൻ്റർസെക്ഷൻ ഐ എന്ന് പറയുന്നത് 3 ആണ്. ഇങ്ങനെ വരികയാണെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം പോസിറ്റീവ് നമ്പേഴ്സുകൾ നമ്മൾ ആദ്യമേ ആഡ് ചെയ്യുക, മൈനസ് നെഗറ്റീവ് നമ്പേഴ്സുകൾ ആഡ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന 25 26 51 51 57 20 77 3 80. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന പോസിറ്റീവ് വാല്യൂസിൻ്റെ സം എന്ന് പറയുന്നത് 80 കിട്ടും അല്ലേ. 20 77 3 80. ഇനി ബാക്കി നെഗറ്റീവ് വാല്യൂസിൻ്റെ സം എന്ന് പറയുന്ന മൈനസ് 28 എന്നും പറഞ്ഞുകൊണ്ട് കിട്ടും അല്ലേ. മൈനസ് 28 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 80 മൈനസ് 28 എന്ന് പറയുന്നത് നമുക്ക് എത്ര ഇവിടെ പറയാം, 52. സോ 52 പേരാണ് കുറഞ്ഞത് എന്ത് ചെയ്യുന്നുണ്ട്, എച്ച് അല്ലെങ്കിൽ ടി അല്ലെങ്കിൽ ഐ വായിക്കുന്ന എത്ര പേരുണ്ട്, 52 ആളുകൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മൊത്തം എത്ര പേരാണ് നമ്മൾ സർവേ നടത്തിയത്, 60 പേരെയാണ് സർവേ നടത്തിയത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ അവിടെ ജനറേറ്റ് ചെയ്യാം. ഹൗ മെനി പീപ്പിൾ റീഡ് നൺ ഓഫ് ദീസ് 3 ന്യൂസ് പേപ്പേഴ്സ്. ഈ പറഞ്ഞിരിക്കുന്ന 3 ന്യൂസ് പേപ്പറും വായിക്കാത്ത എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ ആൻസർ എന്ത് എഴുതും. നമുക്കിപ്പം കിട്ടിയിരിക്കുന്ന 52 പേരെന്ന് പറയുന്നത് ഹിന്ദു അല്ലെങ്കിൽ ടൈംസ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യ എക്സ്പ്രസ് വായിക്കുന്നവരാണ്. നമ്മൾ മൊത്തം സർവേ നടത്തിയത് 60 പേരിലാണ് നമ്മൾ സർവേ നടത്തിയത്. സർവേ നടത്തിയപ്പോൾ 52 പേര് ഈ 3 ന്യൂസ് പേപ്പറിൽ ഏതെങ്കിലുമൊക്കെ ഒരെണ്ണം വായിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ 3 ന്യൂസ് പേപ്പറിൽ ഒന്നുപോലും വായിക്കാത്ത എത്ര പേരുണ്ടെന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആൻസർ എന്ന് പറയുന്നത് 60 മൈനസ് 52 8. ഓക്കെ, അത് നമുക്കവിടെ ഒബ്വിയസ്ലി നമുക്ക് വളരെ ക്ലിയറാണ്. ഇനി നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതൊന്നുമല്ല, നമുക്ക് ഇത് ചോദിക്കാം. അല്ലെങ്കിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഹൗ മെനി പീപ്പിൾ റീഡ് എക്സാക്ട്ലി 2 ഓഫ് ദി ന്യൂസ് പേപ്പർ, എക്സാക്ട്ലി 1 ഓഫ് ദി ന്യൂസ് പേപ്പർ. ഓക്കെ, എക്സാക്ട്ലി ഹിന്ദു ഓൺലി അല്ലെങ്കിൽ ഹിന്ദു ഓൺലി എത്ര പേരുണ്ട്, ഹിന്ദു മാത്രം വായിക്കുന്നവർ എത്ര പേരുണ്ട്, ഇനി ടൈംസ് ഓഫ് ഇന്ത്യ മാത്രം ടി മാത്രം വായിക്കുന്ന എത്ര പേരുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ചോദിക്കും. അപ്പം
അതിനെ എല്ലാത്തിനോട് ചേർത്തുകൊണ്ട് ഞാൻ ഈ ഒറ്റ ക്വസ്റ്റിനകത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും ഡിസ്ക്രൈബ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, 3 സെറ്റുകൾ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മളടുത്ത് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിവതും അതിന് വെൻ ഡയഗ്രത്തിനകത്തോട്ട് റെപ്രസെൻറ്റ് ചെയ്ത് ആ വെൻ ഡയഗ്രം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് നമ്മൾ വെൻ ഡയഗ്രം വരയ്ക്കാൻ നേരത്ത് നമുക്കറിയാം എപ്പോഴും യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും. ആ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് നമ്മൾ റെക്റ്റാങ്കിൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതിന് നമ്മൾ യു എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. ഓക്കെ, അപ്പോൾ യു എന്ന് പറയുന്ന ആളിനകത്ത് മൊത്തം എത്ര പേരുണ്ട്? 60 പേരുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് 3 സെറ്റുകളാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ സെറ്റ് എന്ന് പറയുന്നത് ടി ആണ്, അല്ലെങ്കിൽ എച്ച് ആണ്. ആദ്യത്തെ സെറ്റ് നമുക്ക് എച്ച് കൊടുക്കാം. രണ്ടാമത്തെ സെറ്റ് എന്ന് പറയുന്നത് ടി ആണ്. മൂന്നാമത്തെ സെറ്റ് എന്ന് പറയുന്നത് അവിടെ ഐ. ആ 3 സെറ്റ് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഈ മോഡൽ പ്രോബ്ലംസിനകത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ട സംഗതി, ഇവിടെ 3 എണ്ണത്തിലും ഇൻ്റർസെക്ഷൻ വന്നിരിക്കുന്നത് ആരാണോ അവരെ വേണം നമ്മൾ ആദ്യമേ അടയാളപ്പെടുത്തേണ്ടത്. അതായത് 3 ന്യൂസ് പേപ്പറും വായിക്കുന്ന എത്ര പേരുണ്ട്? 3 ന്യൂസ് പേപ്പറും വായിക്കുന്ന എത്ര പേരാണ്? 3 പേരാണ്. അപ്പം ആ 3 പേരെ, ഈ 3 പേരുടെയും ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നതാണ് ഈ കാണുന്നതാണ് 3 പേരുടെ ഇൻ്റർസെക്ഷൻ പാർട്ട് എന്ന് പറയുന്നത് അല്ലേ. അവിടെ നമ്മൾ 3 എന്ന് പറഞ്ഞിട്ട് എഴുതും. ഓക്കെ, ഇനി എച്ചും ടിയും, അതായത് എന്താണ്, ഹിന്ദുവും ടൈംസ് ഓഫ് ഇന്ത്യയും വായിക്കുന്ന എത്ര പേരുണ്ട്? ഹിന്ദുവും ടൈംസ് ഓഫ് ഇന്ത്യയും വായിക്കുന്നവരെന്ന് പറയുന്നത് എത്ര പേരാണ്? മൊത്തം എച്ച് ആൻഡ് ടി എന്ന് പറയുന്നത് മൊത്തം 11 പേരല്ലേ. ഈ 11 പേരിൽ 3 പേര് എവിടെ പോയി? ഈ 3 വായിക്കുന്നവരുടെ കൂട്ടത്തിൽ പോയി കഴിഞ്ഞു. ഇനി ബാക്കി എത്ര പേരേ ഉള്ളൂ? 8 പേരേ ഉള്ളൂ. ആ 8 പേര് എവിടെ കിടക്കണം? എച്ചിൻ്റെയും ടിയുടെ ഇൻ്റർസെക്ഷൻ പാർട്ടിൽ തന്നെ കിടക്കണം. പക്ഷേ ഇവിടെ കിടക്കാൻ ഒക്കത്തില്ല. കാരണം ഇവിടെ എന്ന് പറയുന്നത് 3 ന്യൂസ് പേപ്പറും വായിക്കുന്ന ആൾക്കാരുടെ എണ്ണമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് 3 പേരെ നമ്മൾ ഒഴിവാക്കിയിട്ട് ബാക്കി ഇവിടെ എത്ര പേര്? 8 പേര്. അപ്പോൾ ഇനി നോക്കിയാൽ എച്ചും ടിയും വായിക്കുന്നത് എൻ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ ടി എന്ന് പറയുന്നത് 11 ആണ്. എച്ചും ടിയും വായിക്കുന്നത് ഇവിടെ നോക്കിയാൽ 8 3 11 പേരില്ലേ. കണ്ടോ? ഇനി അതേ കണക്ക് നമുക്ക് എച്ച് ഇൻ്റർസെക്ഷൻ ഐ എടുക്കുക. എച്ച് ഇൻ്റർസെക്ഷൻ ഐ എന്ന് പറയുന്ന നേരത്തെ പാർട്ട് ഈ കാണുന്ന പാർട്ടാണ്. എച്ച് ഇൻ്റർസെക്ഷൻ ഐയിൽ എത്ര പേരുണ്ട്? 9 പേരാണ് ഈ 2 ന്യൂസ് പേപ്പറും വായിക്കുന്നത്. പക്ഷേ അവിടെ 3 പേര് ആൾറെഡി എവിടെ വന്നു കഴിഞ്ഞു? ഈ 3 ന്യൂസ് പേപ്പറും വായിക്കുന്നവരുടെ കൂട്ടത്തിൽ വന്നു കഴിഞ്ഞു. ഇനി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പേരാണ്? 6 പേരാണ്. സോ 6 പേര് നമ്മളവിടെ എഴുതുക. ഓക്കെ, ഇനി അടുത്തത് എൻ ഓഫ് ടി ഇൻ്റർസെക്ഷൻ ഐ ആണ്. എൻ ഓഫ് ടി ഇൻ്റർസെക്ഷൻ ഐ എന്ന് പറയുമ്പോൾ ഏത് പാർട്ടാണ് വരേണ്ടത്? ഈ കാണുന്ന പാർട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. ആ കാണുന്ന പാർട്ട് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണം? ഇവിടെ പറഞ്ഞാണ് ഇവിടെ 3 പേര് ആൾറെഡി പോയി കഴിഞ്ഞു. എൻ ഓഫ് ടി ഇൻ്റർസെക്ഷൻ ഐ എന്ന് പറയുന്നത് 8 പേരാണ്. ബാക്കി എത്ര പേര്? 5 പേര്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാണ് ടി ഇൻ്റർസെക്ഷൻ ഐ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും പാർട്ടാണ്. അവിടെ മൊത്തം എത്ര പേരുണ്ട്? 5 3 8 പേരുണ്ട്. എച്ച് ഇൻ്റർസെക്ഷൻ ടി എന്ന് പറയുന്ന മൊത്തം 11 പേരാണ്. അത് ഈ പാർട്ടാണ്. അവിടെ നോക്കുമ്പോൾ 8 3 11 പേരുണ്ട്. ഇനി എച്ച് ഇൻ്റർസെക്ഷൻ ഐ എന്ന് പറയുന്നത് 9 പേരാണ്. ആ പാർട്ട് എന്ന് പറയുന്നത് ഈ കാണുന്ന പാർട്ടാണ്. അവിടെ എത്ര പേരുണ്ട്? 6 3 9 പേരുണ്ട്. ഇസ്ൻ്റ് ഇറ്റ്? അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റ കറക്റ്റാണ്. നമ്മളിപ്പോൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് വളരെ കറക്റ്റാണ്. ഇനി നമുക്ക് നോക്കേണ്ടത്, ഇപ്പം നമ്മൾ ആദ്യം 3 പേരുടെ ഇൻ്റർസെക്ഷൻ നമ്മൾ മാർക്ക് ചെയ്തു. പിന്നീട് നമ്മൾ 2 പേരുടെ ഇൻ്റർസെക്ഷൻ മാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ഒറ്റയാളെന്ന് വെച്ചാൽ ഓരോ സെറ്റിനകത്ത് എത്ര പേരുണ്ട്? ആദ്യം ഞാൻ എച്ച് എടുക്കുകയാണ്, 25 എടുക്കുകയാണ്. എച്ചിൽ എത്ര പേരുടെ? 25 പേര്. 25 പേരെന്ന് പറയുമ്പോൾ ഇതാ 8 3 11 6 17 പേര് ഇവിടെ ആൾറെഡി വന്നു കഴിഞ്ഞു. എച്ചിനകത്ത് മൊത്തം എത്ര പേരാണ്? 25 പേരെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. 17 പേര് ആൾറെഡി ഇതാ ഈ റൗണ്ട് എച്ച് എന്ന് പറയുന്ന റൗണ്ടിനകത്ത് 8 3 11 6 17 പേര് വന്നു കഴിഞ്ഞു. ബാക്കി എത്ര പേര്? 8 പേര് മാത്രമേ ഇനി ബാക്കിയുള്ളത്. ആ 8 പേര് നമ്മൾ ഇവിടെ എഴുതും, ഇവിടെ എഴുതും. ഓക്കെ, ഇനി ടി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈംസ് ഓഫ് ഇന്ത്യ വായിക്കുന്നത് 26 പേരാണ്. ആ 26 പേര് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 8 3 11 5 16 പേര് ആൾറെഡി വന്നു കഴിഞ്ഞു. ബാക്കി എത്ര പേര്? 10 പേര്. ഇനി ഐ വായിക്കുന്നവരും 26 പേര് തന്നെയാണ്. പക്ഷെ ഇവിടെ 5 3 8 6 14 പേര് ആൾറെഡി വന്നു കഴിഞ്ഞു. ഇനി 26 നിന്ന് 14 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര? 12 പേര് ഇവിടെ. നമ്മൾ ഈ എഴുതിയിരിക്കുന്നത് ശരിയാണോ അല്ലേന്ന് അറിയാൻ ഒരു മാർഗ്ഗമുണ്ട്. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഡിജിറ്റ്സുകളെല്ലാം കൂടെ നമ്മൾ എടുത്ത് ആഡ് ചെയ്ത് നോക്കുക. അത് ആ 12 5 17 10 27 3 30 38 6 44 8 52. അതായത് എച്ച് അല്ലെങ്കിൽ ടി അല്ലെങ്കിൽ ഐ വായിക്കുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് 52 അല്ലേ കിട്ടിയിരിക്കുന്നത്. അതല്ലേ നമുക്ക് ഇവിടെയും കിട്ടിയിരിക്കുന്നത്. സെയിമായിട്ട് മാറിയില്ലേ? ശരിയാണ്. യൂണിവേഴ്സൽ സെറ്റിനകത്ത് 60 പേരുണ്ട്. 60 പേരിൽ ബാക്കി 8 പേര് ഇവിടെ ഉണ്ടാക്കി കിടപ്പുണ്ട്. അതായത് ഈ എച്ചിലും ടിയിലും ഐയിലും അല്ലാത്ത പാർട്ടിനകത്ത് യൂണിവേഴ്സൽ സെറ്റിനകത്ത് എച്ചിലും ടിയിലും ഐയിലും അല്ലാത്ത പാർട്ടിൽ ആര് വന്നിട്ടുണ്ട്? 8 പേര് വന്നിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഇനി ഈ വെൻ ഡയഗ്രം നമ്മൾ ഇതേ കണക്ക് നമ്മൾ എന്ത് ചെയ്യുക, അത് നമ്പേഴ്സ് എല്ലാം നമ്മൾ ഇൻപുട്ട് ചെയ്തതിന് ശേഷം ഈ വെൻ ഡയഗ്രത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നത്. ഇതിനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നതാണ് ഹൗ മെനി പീപ്പിൾ റീഡ് എച്ച് ഓൺലി. എച്ച് മാത്രം ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട്? എൻ ഓഫ് എച്ച് ഓൺലി. ഹിന്ദു ന്യൂസ് പേപ്പർ മാത്രം വായിക്കുന്നവർ എത്ര പേര്? ഇവിടെ നോക്കിയാണ്ടേ, ഞാൻ ഇത്രയും നമ്പേഴ്സ്, ഇതാണ് ഹിന്ദു ന്യൂസ് പേപ്പറിൻ്റെ ആൾക്കാരെന്ന് പറയാം. ഈ ഹിന്ദു ന്യൂസ് പേപ്പറിനകത്ത് ഇവിടെ ആര് വന്നിരിക്കുന്നു? 8, 3, 11, 17 പേര് ഇവിടെ പോയി കഴിഞ്ഞു. അവരാണെങ്കിൽ ആരൊക്കെ വായിക്കുന്നുണ്ട്? ഒന്നുകിൽ ടി വായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഐ വായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതെല്ലാം വായിക്കുന്നവരുണ്ട്. പക്ഷേ ഈ 8 പേരെന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നില്ല, ഹിന്ദു ന്യൂസ് പേപ്പർ മാത്രമേ വായിക്കുന്നുള്ളൂ. അവർക്ക് വേറെ ഒരു സർക്കിളുമായിട്ട് അല്ലെങ്കിൽ വേറെ ഒരു സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സർക്കിളുമായിട്ടും എന്താണ് പാർട്ട് ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ ഈ 8 പേരാണ് ഹിന്ദു ന്യൂസ് പേപ്പർ മാത്രം വായിക്കുന്നത്. അപ്പോൾ എച്ച് ഓൺലി പറയുകയാണെങ്കിൽ 8 ആയി. ടി ഓൺലിയാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ 10 പറയും. ഐ ഓൺലിയാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ 12 പറയും. ചിലപ്പോൾ എക്സാമിന് ചോദിക്കുന്നതാണ് എൻ ഓഫ് ഏത് നമ്പർ ഓഫ് പീപ്പിൾ ഹൂ റീഡ് എക്സാക്ട്ലി 1 ന്യൂസ് പേപ്പർ. ഒരു ന്യൂസ് പേപ്പർ മാത്രം വായിക്കുന്നവർ, എക്സാക്ട്ലി 1 ന്യൂസ് പേപ്പർ, അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദ ആൻസർ? നമ്മൾ എന്ത് വേണം അവിടെ? ഈ പറഞ്ഞിരിക്കുന്ന എച്ച് ഓൺലിയും ടി ഓൺലിയും ഐ ഓൺലിയും കൂടി നമ്മളെടുത്ത് ആഡ് ചെയ്യണം. അതായത് 8 + 10 + 12, 12 ട്ട് 20, 10, 30 പേർ. കണ്ട? ഇനി എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ മെനി പീപ്പിൾ റീഡ് എക്സാക്ട്ലി ഹിന്ദു ആൻഡ് ടൈംസ് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ എച്ച് ആൻഡ് ടി. എച്ചും ടിയും മാത്രം വായിക്കുന്നവർ എത്ര പേര്? അവർ രണ്ടും വായിക്കുന്നുണ്ട്, പക്ഷേ അത് രണ്ടും മാത്രമേ അവർ വായിക്കുന്നുള്ളൂ. മൂന്നാമതൊരു പേപ്പർ വായിക്കുന്നില്ല. അങ്ങനെയുള്ളവർ എത്ര പേരേ ഉള്ളൂ? ഈ കാണുന്ന പാർട്ടി കിടക്കുന്നതാണ് അല്ലേ. ഈ 3 പേരെടുത്തു കഴിഞ്ഞാൽ അവരെന്തായി പോവും? എച്ചും ടിയും പിന്നെ ഐയും വായിക്കുന്നവരായി പോകും. അപ്പോൾ എക്സാക്ട്ലി എച്ച് ആൻഡ് ടി എന്ന് പറഞ്ഞിട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഏത് പാർട്ടാണ്? ഈ പാർട്ടാണ്. സോ അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് എഴുതാം, നമ്പർ ഓഫ് പീപ്പിൾ ഹൂ റീഡ് എക്സാക്ട്ലി ആരാണ്ടേ എച്ച് ആൻഡ് ടി. എത്ര പേരാണ്? 8 പേര്. ഓക്കെ. ഇതേ കണക്ക് എക്സാക്ട്ലി ടി ആൻഡ് ഐ പറയണം 5 പേര്. എക്സാക്ട്ലി എച്ച് ആൻഡ് ഐ പറയുകയാണെന്നുണ്ടെങ്കിൽ 6 പേര്. അവിടെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം, ഹൗ മെനി പീപ്പിൾ റീഡ് എക്സാക്ട്ലി 2 ന്യൂസ് പേപ്പേഴ്സ്. എക്സാക്ട്ലി 2 ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറയുന്ന നേരത്ത് നമ്മൾ ഇവിടുത്തെ എല്ലാം ഇവിടെ എടുത്ത് ആഡ് ചെയ്യണം. 6 × 11 കിട്ടും, 19 പേർ. വേണ്ടോ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ആൻസറായി. അപ്പോൾ ഇതേ മോഡലിലുള്ള ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാൻ നമുക്ക് എന്താണ്, ഈ ഒരു വെൻ ഡയഗ്രം നമുക്ക് ഡയറക്റ്റ് നമുക്ക് ആൻസർ എഴുതാൻ നോക്കും. ഈ വെൻ ഡയഗ്രം നമ്മൾ വരച്ച് വെച്ച് കൊടുക്കാൻ നേരത്ത് തന്നെ ഏകദേശം പകുതി കൂടുതൽ മാർക്കായി കഴിഞ്ഞു. പിന്നെ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് ഇതേ കണക്ക് കാര്യങ്ങൾ എന്താണ് അബ്സർവ് ചെയ്ത് എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ. അതിനാണ് നമുക്ക് ഫുൾ മാർക്കും കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ ഈ വെൻ ഡയഗ്രത്തിൻ്റെ മോഡൽ ചെയ്യുന്ന പ്രോബ്ലംസ് എക്സാമിന് ഇപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചു വരുന്ന പ്രോബ്ലംസ് ആണ്. ഇതിൻ്റെ 1-2 പ്രോബ്ലംസ് കൂടി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട്. അത് നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾ അത് വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളത് നമ്മുടെ അടുത്ത് ചോദിക്കുക. ഓക്കെ. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ലൈവ് സെഷൻ ക്ലാസ് നിങ്ങൾക്ക് താമസിയാതെ തരും. ആ ലൈവ് സെഷൻ ക്ലാസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡൗട്ട്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് എഴുതിയെടുത്തുകൊണ്ട് വരിക. ആ വ്യക്തമായിട്ട് എഴുതിയെടുത്തുകൊണ്ടിരിക്കുന്ന ഡൗട്ട്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് ആ ഡൗട്ട് നമ്മൾ ക്ലിയർ ചെയ്ത് പോകും. ഓക്കെ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഈ പറഞ്ഞിരിക്കുന്ന വീഡിയോസ്, അതായത് നമ്മൾ സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇപ്പം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഈ സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് പറഞ്ഞിരിക്കുന്ന വീഡിയോസ് അല്ലെങ്കിൽ നമ്മൾ എന്താണ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾ ഒന്നുകൂടി വാച്ച് ചെയ്യുക. ഒന്നുകൂടി വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കൈവശമുള്ളവർ ആ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള പ്രോബ്ലംസുകൾ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. നമ്മളിവിടെ ചെയ്യാത്ത പ്രോബ്ലംസുകൾ, അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ ലൈവ് ക്ലാസ്സിന് മുമ്പ് ചോദിക്കുക. അപ്പോൾ ആ ഡൗട്ട്സുകളെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ലൈവ് സെഷൻ നമുക്ക് എടുക്കാം. ആ ലൈവ് സെഷൻ കൂടി നമ്മൾ എടുക്കുമ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് വളരെ ക്ലിയർ കട്ടായിട്ട് മനസ്സിലായിരിക്കണം. ഓക്കെ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് സെറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അങ്ങോട്ടുള്ള പല ചാപ്റ്റേഴ്സുകളുടെയും ഒരു ബേസാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് വേണം, ഈ പറഞ്ഞ രീതിയിൽ സെറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾ നല്ലതുപോലെ പഠിക്കണം. വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും, വളരെ ഈസി ആയിട്ട് ഗ്രാസ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു ചാപ്റ്ററാണ് സെറ്റ്സ്. ഓക്കെ. ഈ സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന സെക്കൻഡ് ചാപ്റ്റർ. സെറ്റ്സിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് പഠിക്കാനൊക്കത്തുള്ളൂ, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് പഠിക്കാനൊക്കത്തുള്ളൂ. ഓക്കെ. അതുകൊണ്ട് നിങ്ങൾ സെറ്റ്സ് നല്ലതുപോലെ പഠിക്കുക. അതിൻ്റെ ഡൗട്ട്സുകൾ നിങ്ങൾ എഴുതി വയ്ക്കുക. അത് നമുക്ക് ലൈവ് സെഷൻ സമയത്ത് നമുക്ക് വി വിൽ ഡിസ്കസ് മ്യൂച്വലി. ഓക്കെ. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മളത് ക്ലിയർ ചെയ്യും. ഓക്കെ. അപ്പം താങ്ക്സ് എ ലോട്ട്. നമുക്ക് ഈ ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്.